നമുക്ക് കുറച്ച് വൈറൽ ആയിട്ടുള്ള പ്രോഡക്ട്സ് ട്രൈ ചെയ്താലോ? ഇൻസ്റ്റാഗ്രാമിലും സോഷ്യൽ മീഡിയയിലും യൂട്യൂബിലും എല്ലായിടത്തും ഇങ്ങനെ ഫ്രീക്വൻ്റ്ലി എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്ന യൂട്യൂബേഴ്സ് ഒക്കെ ചെയ്യുന്ന എല്ലാ പ്രോഡക്ട്സും നല്ലതാണോ? നമുക്ക് ഇന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇന്ന് ഞാൻ എടുത്തിട്ടുള്ള പ്രോഡക്ട്സ് ഉണ്ടല്ലോ നമ്മുടെ കമന്റ് സെക്ഷനിൽ ഫ്രീക്വൻ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. പിന്നെ ഞാൻ അങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ ഞാൻ കണ്ടിട്ടുള്ള പ്രോഡക്ട്സും കൂടിയിട്ടാണ് കേട്ടോ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് വൺ ദീ കാണുന്ന ഗുഡ് വൈബ്സിന്റെ സിക്ക ബ്രൈറ്റനിങ് സൺസ്ക്രീൻ. ഇത് SPF 50 PA++++ ഉള്ള സൺസ്ക്രീൻ ആണ്. ഇത് എൻ്റെ അമ്മോ ഏതോരോ കമന്റ്സ് ആണെന്ന് ഈ ഒരു സൺസ്ക്രീൻ റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളത്. ഫസ്റ്റ് ആണ് ഇതിന്റെ കൺസിസ്റ്റൻസി പറയാട്ടെ. ഇതിന്റെ കൺസിസ്റ്റൻസി കണ്ടോ, ഇങ്ങനത്തെ ഒരു നമുക്കിങ്ങനെ ഇടുമ്പോൾ കണ്ട ആ ഒരു ജെൽ കൈൻഡ് ഓഫ് കൺസിസ്റ്റൻസി ആണ് ഇതിനുള്ളത്. പിന്നെ ഇത് അപ്ലൈ ചെയ്യാനായിട്ട് അത്യാവശ്യം എളുപ്പമാണ്. നമുക്ക് അങ്ങനെ വലിയ വൈറ്റ് കാസ്റ്റോ കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷെ ഇട്ട് കഴിഞ്ഞ് എനിക്ക് ഇച്ചിരി ഒരു സ്റ്റിക്കിനെസ് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് നിങ്ങളുടെ നോർമൽ ടു കോമ്പിനേഷൻ സ്കിൻ ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ നല്ലതാണ്. കോമ്പിനേഷൻ ടു ഓയിലി കാറ്റഗറിയിലോട്ട് പോകും തോറും നിങ്ങളുടെ സ്കിന്നിൽ ഇത് കുറച്ചിങ്ങനെ നമ്മളുടെ ഇവിടുത്തെ ഹ്യൂമിഡിറ്റിയിലാണ് പ്രശ്നം. നിങ്ങളിപ്പോൾ ഡൽഹിയിലാണെങ്കിൽ തണുപ്പുള്ള സ്ഥലത്താണെങ്കിൽ ഇത് അത്ര പ്രശ്നം ഉണ്ടാവില്ല. പക്ഷേ ഇവിടെ നമ്മുടെ കേരളത്തിലെ ചൂടുള്ള ക്ലൈമറ്റ് ഹ്യൂമിഡിറ്റി ഉള്ള സ്ഥലത്താണെങ്കിൽ ഇത് നമുക്ക് ഭയങ്കര ഇങ്ങനെ ഒട്ടണ പോലെ ഒട്ടിപ്പിടിച്ചിരിക്കണ പോലത്തെ അങ്ങനത്തെ ഒരു ഫീൽ ഉണ്ടാവും ഈ ഒരു സൺസ്ക്രീൻ ഇടുമ്പോൾ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ അങ്ങനെ ബ്രൈറ്റനിങ് ഒന്നുമില്ല, അത്യാവശ്യം നല്ലൊരു സൺസ്ക്രീൻ ആണ്. ഇതും ഇതിന്റെ തന്നെ ഒരു പർപ്പിൾ കളറിൽ ഗുഡ് വൈബ്സിന്റെ ആണെന്ന് എനിക്ക് തോന്നണത്. ഒരു പർപ്പിൾ കളറിലുള്ള ഒരു സൺസ്ക്രീൻ ഇല്ലേ, അതും കൂടെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് അതാണ് ഇതിനെക്കാട്ടിൽ ഇത്തിരി കൂടി ഇഷ്ടമായത്. അത് ഇടുമ്പോൾ ഇൻസ്റ്റന്റ്ലി ആ പർപ്പിൾ കളർ ഉള്ളതുകൊണ്ടാണോ എന്നറിയില്ല, ഒരു ബ്രൈറ്റനിങ് എഫക്റ്റ് പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ടായിരുന്നു. ഇതിനെ പക്ഷെ അങ്ങനെ ഇടുമ്പോൾ അങ്ങനെ ബ്രൈറ്റനിങ് എഫക്റ്റ് ഒന്നുമില്ല, നോർമൽ സൺസ്ക്രീൻ ഇടുന്ന പോലെ തന്നെയാണ് കേട്ടോ. അപ്പൊ ഇതിന്റെ ഇനി കൂടുതൽ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് സെക്ഷനിൽ കമന്റ് ചെയ്താൽ എനിക്ക് അറിയുന്നതാണ്. എനിക്ക് യൂസ് ചെയ്തിട്ട് തോന്നിയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പൊ ഇതാണ് എന്റെ റിവ്യൂ. ഇത് റേറ്റ് ചെയ്യണോ? അത് 10ൽ റേറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ ഒരു 7, 8 അത്രയൊക്കെ റേറ്റ് ചെയ്യും കേട്ടോ. ഇനി അടുത്ത വൈറലായിട്ടുള്ള പ്രോഡക്റ്റ് ആണ് ഈ കാണുന്നത്, ഇൻസൈറ്റിന്റെ സ്കിൻ ടിന്റ്. ഇതും ഒരുപാട് പേര് എന്നോട് റിവ്യൂ ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഇതിന്റെ പാക്കേജിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഒരു ക്യൂട്ട് ആയിട്ടുള്ള പാക്കേജിങ് ആണിത്. പിന്നെ ഈ ഒരു പ്രോഡക്റ്റ് എനിക്ക് പേഴ്സണലി എനിക്ക് ഇഷ്ടമായി. എന്നുവെച്ചാൽ ഇത് നല്ലൊരു ഗ്ലോയി ഫിനിഷ് ആണ്. എന്നാ ഡാർക്ക് സ്പോട്ട്സ് ഹൈഡ് ചെയ്യുന്ന വെച്ചാൽ ഒരു കുറച്ച് ഭയങ്കരമായിട്ട് ഹൈഡ് ചെയ്യുന്ന എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ ഒരു പരിധി വരെ കുറച്ചൊക്കെ ഇത് ഡാർക്ക് സ്പോട്ട്സ് ഹൈഡ് ചെയ്യണ പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇത് ഈ പറയണ പോലെ തന്നെ സിറം ഫൗണ്ടേഷൻ സ്കിൻ ടിന്റ്, ആ പേര് പറയുന്ന പോലെ തന്നെ നമുക്ക് അതിങ്ങനെ ഫീൽ ചെയ്യും. ഒരു സിറം കൈൻഡ് ഓഫ് ഒരു ഫൗണ്ടേഷൻ, ഒരു ഗ്ലോയി ലുക്കാണ് നമുക്ക് സ്കിന്നിൽ ഫീൽ ചെയ്യുക ഇത് ഇടുമ്പോഴേക്കും. ഇതിന്റെ ഷെയ്ഡ് ഉണ്ടല്ലോ, ഞാൻ എടുത്ത ഷെയ്ഡ് എനിക്ക് ഇത്തിരി ഡാർക്ക് ആൻഡ് ഓറഞ്ച് ആണ്, ഫിൽറ്റർ കോഫി. എനിക്ക് തോന്നുന്നു ഹേസൽനട്ട് ഷോട്ടോ അങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരു ഷെയ്ഡ് കറക്റ്റ് ആയിരിക്കുന്നത്. പക്ഷെ ഞാൻ ഇനി വേറെ മേടിക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ട് ഇതിന്റെ കൂടെ ഞാൻ ഈ ഒരു കളർ കറക്റ്റർ വെച്ചിട്ട് മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ യൂസ് ചെയ്യണേ. പക്ഷെ എനിക്ക് ഇതിന്റെ ഫിനിഷും അതെന്റെ സ്കിന്നിൽ ഇരിക്കുന്ന രീതിയൊക്കെ എനിക്ക് ഇഷ്ടമായിട്ടോ. അപ്പൊ ഇത് ഞാൻ റേറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു 8, 9 ഔട്ട് ഓഫ് 10 ഒക്കെ റേറ്റ് ചെയ്യും. എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി. ഇനി നെക്സ്റ്റ് വൈറൽ ആയിട്ടുണ്ടായിരുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഇത്. ഈ കാണുന്ന പ്രോഡക്റ്റ് ഇത് ഹൈഫന്റെ. ഇതിപ്പോ ഞാൻ കുലുക്കിട്ടോ, ഇങ്ങനെ മേളില് എണ്ണയും താഴത്ത് വെള്ളവും ഇരിക്കണ പോലെ ഒരു ഇതിന്റെ പാക്കേജിങ് ഭയങ്കര ക്യൂട്ടും ഇതിന്റെ ഡിസൈനിങ് ഭയങ്കര രസമുള്ള ഡിസൈനും ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കണ്ട ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു ഡിസൈൻ അല്ലേ ഇതിനുള്ളത്. ഇത് നമ്മൾ തമ്മിൽ മിക്സ് ചെയ്തിട്ടാണ് ഇത് യൂസ് ചെയ്യേണ്ടത്. ഇത് ഡബിൾ ഷോട്ട് റേഡിയൻ ലിഫ്റ്റ് സീറോ ആണ്. ഒരുപാട് പേര് വീഡിയോ ചെയ്ത് ഞാൻ കണ്ടിട്ടുള്ളത്. ഞാൻ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ ഇതെനിക്ക് വരികയായിരുന്നു ഇതിന്റെ ഫീഡ്. അങ്ങനെ കുറേ പേര് റിവ്യൂ ചെയ്ത് കണ്ടിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. ഇതിനകത്ത് 11% മാൻഡറിൻ, 5% നയാസിനമൈഡ്, 2% പോളി ഗ്ലൂം, പിന്നെ സീക്ക സ്റ്റെം സെൽ, 20% ബക്കുച്ചി ഓയിൽ, റോസിപ്പ് ഓയിൽ പ്ലസ് കോക്കോ കാപ്രിയാലിറ്റ് എൻ അങ്ങനെയൊന്നും ഉണ്ട് പ്രൊണൗൺസ് ചെയ്യണം. ഓൾ സ്കിൻ ടൈപ്പിന് വേണ്ടിയിട്ടുള്ളതാണെന്നാണ് ഇത് ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് കുരു വന്ന്. ഓക്കെ, ഇത് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ബിഗിനേഴ്സ് ഇത് യൂസ് ചെയ്യരുതെന്നാണ് ഞാൻ പറയാം. കാരണം ഇതിനകത്ത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ ലിസ്റ്റ് ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ വിറ്റമിൻ സി, നയാസിനമൈഡ്, പിന്നെ ഇതിനകത്ത് ബക്കുച്ചി ഓയിൽ, റോസിപ്പ് ഓയിൽ, ഇത് രണ്ട് നമ്മൾ ആന്റി ഏജിങ്ങിന് വേണ്ടി യൂസ് ചെയ്യാല്ലേ. അങ്ങനെ മൊത്തത്തിലൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഭയങ്കര ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയന്റ് ആയിട്ടാണ് എനിക്കിത് ഫീൽ ചെയ്തത്. എനിക്ക് ഇട്ടപ്പോൾ തന്നെ എനിക്ക് കുരു വരെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കണ്ടോ, നിങ്ങൾക്ക് കാണുന്നുണ്ടാവും എന്റെ കുരു കൂടണ കണ്ടപ്പോഴാണ് ഞാനിത് നിർത്തിയിട്ടുണ്ടായിരുന്നത്. ഓൾറെഡി നിങ്ങളുടെ സ്കിൻ ബാരിയർ നല്ല ഹെൽത്തി ആയിട്ടുള്ള സ്കിൻ ബാരിയർ ആണ്. പ്രോഡക്റ്റ് ഇങ്ങനെ ആസിഡ്സ് ഒക്കെ ഇടുമ്പോൾ അത്ര റിയാക്ഷൻ ഉണ്ടാവില്ല. നിങ്ങൾ ബിഗിനർ അല്ല, നിങ്ങൾ നല്ല എക്സ്പേർട്ട് ആണ് വെച്ചാൽ നിങ്ങൾ ആസിഡ്സ് നിങ്ങളുടെ സ്കിന്നിൽ ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യുന്ന ആളുകളാണ്. ഇങ്ങനെ സ്കിൻ ബാരിയറിൻ്റെ ഇഷ്യൂ ഒന്നും ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഗ്ലോ കിട്ടാൻ നല്ലതാണ്. കാരണം ഇതിനകത്തുള്ള വിറ്റമിൻ സി ആ ഒരു ഗ്ലോ നമ്മുടെ സ്കിന്നിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടും ബേസിക്കലി ഇതൊരു ഗ്ലോ തരുന്ന ഒരു ബ്രൈറ്റനിങ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്. പക്ഷേ ബിഗിനേഴ്സ് ഒന്നും വന്നിട്ടുണ്ടെങ്കിൽ ഉപയോഗിക്കേണ്ടതാണ് ഞാൻ പറയാം. ഞാൻ റേറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു 6 or 7 ഔട്ട് ഓഫ് 10. പക്ഷേ ഇത് എനിക്ക് ബ്രേക്ക്ഔട്ട്സ് ഉണ്ടാക്കി. നിങ്ങൾക്ക് അങ്ങനെ ഒരു ബ്രൈറ്റനിങ് അത്രയും വേണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യും. ഇതിൻ്റെ ടെക്സ്ചർ ഒരു ഓയിലി ഇച്ചിരി ഇങ്ങനെ
ഒരു വാട്ടർ ആണ് എന്നൊരു ഹൈഡ്രേറ്റിംഗ് കൈൻഡ് ഓഫ് ഒരു ഇത് ഞാൻ ഇട്ടിരുന്ന ദിവസങ്ങളിൽ എനിക്ക് ഇതിന്റെ പുറമെ ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യണമെന്ന് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ മോയ്സ്ചറൈസർ ഇട്ടായിരുന്നു. പക്ഷെ എനിക്കിത് അല്ലാണ്ട് തന്നെ ഇത് കണ്ട ഒരു ഓയിലി ഒരു ഫിനിഷ് ആയിരുന്നു എനിക്ക് സ്കിന്നിൽ ഇത് ഇട്ടപ്പോഴേക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യട്ടോ. കാരണം എന്റെ സ്കിൻ ടൈപ്പ് പോലെ ആയിരിക്കില്ലല്ലോ നിങ്ങളുടെ. അപ്പൊ നിങ്ങൾക്ക് ചിലപ്പോൾ നന്നായി വർക്ക് ചെയ്തിട്ടുണ്ടാവാം. അപ്പൊ നിങ്ങൾ എത്ര റേറ്റിംഗ് ആ കൊടുക്കുക എന്നുള്ളത് താഴെ കമന്റ് സെക്ഷനിൽ കമന്റ് ചെയ്യണം കേട്ടോ. ഇനി അടുത്ത ഒരു വൈറൽ പ്രോഡക്റ്റ്, ഇത് ഒരുപാട് പേരുടെ വീഡിയോയിൽ ഞാൻ കണ്ടിട്ടുള്ളതാണ്. ഈ ഒരു ഡാൽബയുടെ ഇതാണ് സിറം സ്പ്രേ. ഇത് നമ്മളുടെ മേക്കപ്പ് ഇട്ട് കഴിഞ്ഞിട്ട് മേക്കപ്പ് നന്നായിട്ട് ബ്ലെൻഡ് ആയി ആ ഒരു എന്താ പറയാ സ്മൂത്ത് ആക്കി കിട്ടുമെന്നാണ് ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞാൻ ഇത് ഇന്ന് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഇന്നൊരു മിക്സ്ഡ് കൈൻഡ് ഓഫ് ഒരു ഫൗണ്ടേഷൻ ലുക്കാണ്. എല്ലാം കൂടി മിക്സ് ചെയ്ത് ഒരു ഇച്ചിരി ആശയായി പോയോ എനിക്കൊരു സംശയമുണ്ട്. ഇത് ഭയങ്കര ഫൈൻ മിസ്റ്റ് ആണ് കേട്ടോ ഇതിനകത്തുനിന്ന് വരുന്നത്. നമുക്ക് ഇച്ചിരി നേരം വെയിറ്റ് ചെയ്യാം. ഇത് ഞാൻ ഒരു തവണ ട്രൈ ചെയ്തപ്പോൾ എനിക്ക് നല്ലതായിട്ടാണ് തോന്നിയത്. അന്ന് പക്ഷെ ഇത്രയും ഞാൻ മേക്കപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ഇതിപ്പോ നല്ല ഹെവി മേക്കപ്പ് ആണ് ഇട്ടിരിക്കുന്നത്. ഈ പ്രോഡക്റ്റ് നല്ല കേട്ടോ. ആ പാച്ചി ആയിട്ട് ഉണ്ടായിരുന്ന സാധനമൊക്കെ നല്ലോണം കുറഞ്ഞു. ഇത് നിങ്ങൾ റെഗുലർലി നിങ്ങൾ മേക്കപ്പ് യൂസ് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയിരിക്കും. കാരണം നിങ്ങൾ മേക്കപ്പ് ഇട്ട് കുറച്ച് കഴിയുമ്പോഴേക്കും നമ്മുടെ സ്കിന്നൊന്നും ഇങ്ങനെ ഒരു പാച്ചി ആവില്ല. ആ പാച്ചി ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നല്ലതാണ് കേട്ടോ. ഇത് സ്പ്രേ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ഹൈഡ്രേറ്റഡ് ഫീൽ നമുക്ക് സ്കിന്നിൽ ഫീൽ ചെയ്യും. പിന്നെ ഞാൻ റീസെന്റ് ചെയ്യുന്ന വേറൊരു ഹാക്ക് പറഞ്ഞു കേട്ടോ. നിങ്ങൾ മേക്കപ്പ് റെഗുലർലി യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ബൗളിനകത്ത് വെള്ളം എടുക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫുൾ മേക്കപ്പ് കഴിഞ്ഞിട്ട് എല്ലാ പൗഡർ വരെ ഇട്ട് സെറ്റ് ചെയ്തതിന് ശേഷം ഇങ്ങനെ മുഖം വെള്ളത്തിനകത്തോട്ട് മുക്കി പൊക്കുക. നല്ലോണം മേക്കപ്പ് ലോങ് ലാസ്റ്റ് ചെയ്യും, ഫ്രഷ് ആയിട്ടിരിക്കും. ഓക്സിഡൈസേഷൻ കുറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ വെറുതെ നോർമൽ വെള്ളത്തിൽ നമ്മുടെ മുഖം ഒന്ന് മുക്കിയെടുക്കുമ്പോൾ നമുക്കൊരു ഫ്രഷ്നെസ് വരും. നമ്മുടെ മേക്കപ്പ് നല്ലൊരു ഫ്രഷ് ആയിട്ടിരിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യണ്ടായിരുന്നു. ഹാക്ക് ട്രൈ ചെയ്യണേ. അപ്പൊ ഇത് ഞാൻ റേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 9 out of 10 റേറ്റ് കിട്ടും. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് റേറ്റ് ഇച്ചിരി കൂടുതലാണെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ എന്നാലും ഒരു ഗ്ലോയി ഒരു എന്താ പറയാ നമ്മുടെ മേക്കപ്പ് ഒന്ന് പാച്ചി ആയിട്ടുള്ള മേക്കപ്പ് ഒക്കെ ഒന്ന് സെറ്റ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി നെക്സ്റ്റ് വൈറലായിട്ടുണ്ടായിരുന്നത് ഈ ഒരു മേബിലിന്റെ ഈ എന്താണ് സിറം ലിപ്സ്റ്റിക് ആണ് കേട്ടോ. ഇത് കുറേ പേരുടെ വീഡിയോസിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നതാണ് ഈ ഒരു സിറം ലിപ്സ്റ്റിക്കിന്റെ റിവ്യൂ ഇടുന്നത്. ഓക്കെ, അപ്പൊ എന്റെ ഈ സാറ്റും മാറ്റ് ഫിനിഷിലുള്ളതാണുള്ളത്. മാറ്റ് ഫിനിഷിലുള്ള ഷെയ്ഡ് ഇങ്ങനത്തെ ഒരു എന്താ പറയാ ഒരു ബ്രൗൺ പീച്ചി കൈൻഡ് ഓഫ് ഇങ്ങനത്തെ ഒരു ഷെയ്ഡാണ് കേട്ടോ. ഇത് എനിക്ക് ലിപ് ലൈനർ ഇടാണ്ട് വേണമെങ്കിൽ ഇടാം, പക്ഷെ ലിപ് ലൈനർ ഇട്ടാലാണ് ഇത് ഡ്രസ്സായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇത് അങ്ങനെ അത്ര ലാസ്റ്റ് ചെയ്യത്തില്ല, പക്ഷെ ഭയങ്കര കംഫർട്ടബിൾ ആണ്. എനിക്ക് ഇങ്ങനത്തെ കംഫർട്ടബിൾ ലിപ്സ്റ്റിക് ഇടാനാണ് ഇഷ്ടം. നമ്മളുടെ ലിപ്സിനും ഇങ്ങനത്തെ ലിപ്സ്റ്റിക്കുകളാണ് കുറച്ചും കൂടി ബെറ്റർ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ കുറച്ച് അവിടെ ഇവിടെയൊക്കെ ട്രാൻസ്ഫർ ആയാൽ പോലും രണ്ടാമത് റീഅപ്ലൈ ചെയ്യുന്നതാണ് ഞാൻ ഇടാറ്. റീഅപ്ലൈ ചെയ്യുമ്പോൾ അത്ര വൃത്തിയോടുമില്ല. അപ്പൊ നമ്മൾ അത് ഇടുന്നല്ലേ നല്ലത്. കുറെ പേർക്ക് ഇഷ്ടമായില്ല എന്ന റിവ്യൂ കണ്ടു, ഇഷ്ടമായി എന്നുള്ള റിവ്യൂ കണ്ടു. അപ്പൊ എനിക്ക് ഇഷ്ടമായെന്നുള്ള കാറ്റഗറിയിലാണ് കേട്ടോ ഞാനുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ലോങ് ലാസ്റ്റിംഗ് ലിപ്സ്റ്റിക് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് അത്ര സൂട്ടബിൾ ആയിരിക്കില്ല. പക്ഷെ നിങ്ങൾക്ക് കംഫർട്ടബിൾ മാറ്റ് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇത് നല്ലതായിരിക്കും. എനിക്ക് ഇതിനേക്കാട്ടിലും ഇഷ്ടപ്പെട്ടത് ഇതാണ് കേട്ടോ. ഇത് സാറ്റിൻ. ഞങ്ങൾ സാറ്റിൻ കുറെ നാളായിട്ട് ഇടാറേ ഇല്ലാത്തതാ. പക്ഷെ ഈ ഒരു ഷെയ്ഡ് പർട്ടിക്കുലർ ഷെയ്ഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. മേ ബി ഇറ്റ്സ് ഇന്റൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ലിപ്സ്റ്റിക് ആണ് കേട്ടോ. നല്ലൊരു രസമുള്ള ഷെയ്ഡാട്ടോ. ഒരു ബെറി കൈൻഡ് ഓഫ് ഷെയ്ഡാ. ഇത് ലിപ്സിൽ ഇടുമ്പോഴേക്കും ഭയങ്കര രസമാണ്, ഭയങ്കര കംഫർട്ടബിളാണ്. പക്ഷേ പ്രത്യേകിച്ച് ഇത് സാറ്റിൻ ഫിനിഷും കൂടി ആയതുകൊണ്ട് നിങ്ങളിപ്പോൾ ഒരു കപ്പിൽ ചായ കുടിക്കുകയാണെങ്കിൽ ആ കപ്പ് മുഴുവൻ ലിപ്സ്റ്റിക് ആയിരിക്കും. അതേപോലെ ലിപ്സ്റ്റിക് ട്രാൻസ്ഫർ ആവും. പോയി ആ ഒരു ടിഷ്യൂ പേപ്പർ വെച്ച് മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പോകും. സോ ഇത് നമുക്ക് ഈസി ആയിട്ട് റിമൂവ് ചെയ്യാനായിട്ട് പറ്റും. നമ്മുടെ ലിപ്സിന് ഇച്ചിരി കൂടി കംഫർട്ടബിൾ ആണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ലിപ്സ് ഇച്ചിരി കൂടി എന്താ പറയുക ഒന്ന് ലിപ്സിന് ഇങ്ങനെ ഒന്ന് ബ്രീത്ത് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഞാനിത് റേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു 8-9 out of 10 റേറ്റ് ചെയ്യും. നിങ്ങൾ ലോങ് ലാസ്റ്റിംഗ് നോക്കുന്നവർക്ക് ചിലപ്പോൾ 4 or 3 ഒക്കെ ആയിരിക്കും നിങ്ങൾക്ക് റേറ്റ് ചെയ്യാൻ പറ്റുക. ഇനി വേറൊരു വൈറൽ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഈ ഒരു ഫേസസ് കാനഡയുടെ ഈ ഒരു സ്ട്രോബ് ക്രീം കേട്ടോ. ഇത് കുറേ പേര് എന്നോട് റിവ്യൂ ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നതാണിത്. ഇത് ഞാൻ എടുത്തിട്ടുള്ളത് റോസ് ഗോൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ് കേട്ടോ. ഇങ്ങനെയാണ് ഇരിക്കണേ കണ്ടോ. ഇതിങ്ങനെ ബ്ലെൻഡ് ചെയ്ത് വരുമ്പോൾ നമുക്കൊരു ഇച്ചിരി ഒരു ഷൈൻ കിട്ടും. അറ്റ് ദ സെയിം ടൈം ഇതൊരു റോസ് ഗോൾഡ് കൈൻഡ് ഓഫ് ഒരു കളറാണ് ഇത് റിഫ്ലക്ട് ചെയ്യണത്. അപ്പൊ നമുക്കിതൊരു എന്താ പറയുക, നിങ്ങളിപ്പോൾ മേക്കപ്പ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല, നിങ്ങൾക്ക് ഒരു ഗ്ലോ വേണം, നിങ്ങൾക്ക് ഹൈലൈറ്റർ ഇടണത് ഇഷ്ടമല്ല, അങ്ങനത്തെ ഒരു ചങ്കി പാർട്ടിക്കിൾസ് നിങ്ങളുടെ സ്കിന്നിലുള്ളത് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലതായിരിക്കും. നോർമൽ എല്ലാ സ്ട്രോബ് ക്രീമും പോലെ തന്നെ എനിക്കിത് നല്ല സ്ട്രോബ് ക്രീമായിട്ടാണ് ഫീൽ ചെയ്തത്. ഇതിനെക്കാട്ടിൽ ഇച്ചിരി കൂടെ എനിക്ക് സ്വിസ് ബ്യൂട്ടിയുടെ സ്ട്രോബ് ക്രീം ഇത്തിരി കൂടി നല്ലതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇത്തിരി കൂടി കാണിക്കുന്ന പോലെ തോന്നിയിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഷൈൻ ആ ഒരു സാധനം ഇല്ലേ അത് കുറവാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത്ര ഒരു ക്രീം ഇട്ട പോലെ കണ്ട കൈ തിളകുണ്ടോ ഇല്ലല്ലോ. എന്നാൽ ഇച്ചിരി കാണാം, അത്ര തിളക്കില്ല. 7-8 out of 10 അങ്ങനെയൊക്കെ ആ റേറ്റ് ചെയ്യും. ഇനി അടുത്ത വൈറലായിട്ടുള്ള പ്രോഡക്റ്റ് ആണ് ഈ ഒരു മേബലിന്റെ ഒരു BB ക്രീം. ഇത് വൈറലാവണേക്കാട്ടും മുമ്പ് ഞാൻ മേടിച്ചു. അങ്ങനെ വെറുതെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരുന്നപ്പോഴേക്കും BB ക്രീം വെറുതെ അല്ല, ഞാൻ സ്കിൻ ടിന്റ് മേടിക്കാൻ വേണ്ടി ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് ഞാൻ ഈ ഒരു BB ക്രീം കണ്ടത്. അപ്പൊ ഞാൻ ഇതിന്റെ 70 ഷെയ്ഡാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു ഷെയ്ഡ് എനിക്ക് ഇച്ചിരി ഡാർക്ക് ആണ്. ഇത് നന്നായിട്ട് ഓക്സിഡൈസ് ആവുന്ന ഒരു സാധനമാണ്. പക്ഷേ ഇതിന്റെ ഫിനിഷ് അടിപൊളിയാട്ടോ. ആ ഒരു ഗ്ലോ
ഗ്ലോയി നല്ലൊരു രസമുള്ള പോലത്തെ ഒരു ഫിനിഷാണ്. നിങ്ങൾക്ക് ഇങ്ങനെ മേക്കപ്പ് ഇടണമെന്ന് ഇഷ്ടമല്ല, എന്നാൽ നിങ്ങൾക്ക് ഒരു ഈവൻ ടോൺ നിങ്ങളുടെ സ്കിന്നിൽ വരണം. നിങ്ങൾക്ക് ഇങ്ങനെ അൺഈവൻ സ്കിൻ ആണെങ്കിൽ അത് മാറാൻ വേണ്ടിയിട്ട് നമുക്ക് സ്കിന്നിൽ ഒരു ചെറിയൊരു കവറേജ് കിട്ടാൻ വേണ്ടിയിട്ടും ഈ ഒരു പ്രോഡക്റ്റ് നല്ലതാണ്. എനിക്ക് തോന്നുന്നു എനിക്ക് ഇതിന്റെ 50 അല്ലെങ്കിൽ 60 മതിയായിരുന്നു. ഇത് ഇച്ചിരി ഒരു ഡള്ളാക്കുന്നുണ്ട് എന്റെ ഫേസിനെ. പക്ഷെ എന്റെ പെർഫോമൻസ് വൈസ് എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി. ഇനി അടുത്ത വൈറലായിട്ടുണ്ടായിരുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഈ കാണുന്ന ഘറിന്റെ ഈ ഒരു സോപ്പ്. അയ്യോ ഇതുണ്ടല്ലോ, ഇത് റിവ്യൂ ചെയ്യാൻ എത്ര കമന്റ് വന്നു. ഇത് ഞാനിങ്ങനെ 2 എണ്ണം കിട്ടുന്ന പാക്കാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. പറഞ്ഞാൽ ഞാൻ യൂസ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിന്റെ ഇൻഗ്രീഡിയൻസ് നോക്കിയപ്പോൾ ഇൻഗ്രീഡിയൻസിനകത്ത് അങ്ങനെ ബ്രൈറ്റൻ ആക്കുന്ന രീതിയിലുള്ള ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല. ഇതിനകത്ത് സാൻഡൽവുഡ് പൗഡർ ഉണ്ട്, റൈസ് ഹസ്ക്, ഫ്രാഗ്രൻസ്, കേസർ, ഇതൊക്കെ ഏറ്റവും ലാസ്റ്റാണ്. പിന്നെ ഇതിനകത്ത് ഒരു ഫുൾ ഇൻഗ്രീഡിയൻ ലിസ്റ്റ് ആണ് കൊടുത്തിരിക്കണേന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. ഇത്ര വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. ഈ ഇൻഗ്രീഡിയൻസ് വെച്ച് നോക്കുമ്പോൾ ഇതൊരു ഓർഗാനിക് ആയിട്ടുള്ള അങ്ങനെ വലിയ ഡിഫറൻസ് ഒന്നല്ല. നോർമൽ സോപ്പില്ലേ, സാധാരണ നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കണ പോലത്തെ അങ്ങനത്തെ ഒരു സോപ്പിന്റെ ഇൻഗ്രീഡിയൻസ് ആണ് ഇതിനുള്ളത്. ഇതെനിക്ക് യൂസ് ചെയ്തിട്ട് എനിക്കൊരു സോപ്പ് ഉപയോഗിക്കണ പോലെ അല്ലാണ്ട് എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും തോന്നിയിരുന്നില്ല. കുറേ പേരുടെ വീഡിയോയിൽ ഞാൻ കണ്ടു ഭയങ്കര ഡിഫറൻസ് ഉണ്ടെന്ന്. എനിക്കിത് ഉപയോഗിച്ചിട്ട് എനിക്ക് ഭയങ്കര നല്ല, എനിക്ക് അങ്ങനെ വലിയ ഡിഫറൻസ് ഒന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. സാധാ സോപ്പ് ഉപയോഗിക്കണ അത്ര ഹാർഷ് അല്ലായിരുന്നെന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്ക് എന്താ തോന്നിയെന്നുള്ളത് പറയും. ഞാൻ അത് റേറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ ഒരു 5 or 4 out of 10. വിൽവ അങ്ങനെയുള്ള ബ്രാൻഡുകളിൽ ഉണ്ടാക്കുന്ന നോർമൽ സോപ്പുകളില്ലേ, അല്ലെങ്കിൽ നമ്മളിങ്ങനെ എക്സിബിഷന് പോകുമ്പോഴോ ഇങ്ങനെ നോർമൽ സോപ്പ് നമ്മൾ ഉണ്ടാക്കി വിൽക്കണ സോപ്പുകളില്ലേ, അങ്ങനത്തെ ഒരു സോപ്പിന്റെ പോലെയാണ് എനിക്കിത് ഉപയോഗിച്ചപ്പോഴേക്ക് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിന് ഇങ്ങനെ ഈ സൈഡില് ഒരിച്ചിരി ഇങ്ങനെ ഒരു സ്ക്രബിങ് പോലത്തെ ഒരു സാധനം ഉണ്ട്. ഇവിടേക്ക് ഇത്രയും നോർമൽ ആയിട്ടുള്ള വേറെ സോപ്പ്. അപ്പോൾ ഈ സ്ക്രബ് ചെയ്യണ സാധനം ഇടുമ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ ഡെഡ് സ്കിൻ സെൽസ് ഇച്ചിരി ഒന്ന് റിമൂവ് ആവുന്നുണ്ട്. എനിക്കല്ലാതെ എനിക്ക് അങ്ങനെ ഒന്നും വ്യത്യാസമൊന്നും ഫീൽ ചെയ്തില്ല. ഇനി അടുത്ത വൈറലായിട്ടുണ്ടായിരുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഈ കാണുന്ന ലിപ്സ്റ്റിക്ക് മാറ്റ് മൂഡ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇതിന് ഞാൻ എടുത്തിട്ടുള്ള ഷെയ്ഡ് നട്ട്ബഗ് ന്യൂസൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡ്, അതാണ് ഞാൻ ഇന്ന് ഇട്ടിട്ടുള്ളത്. ഒരു ബ്രൗൺ, നല്ല രസമുള്ള ഒരു ബ്രൗൺ കൈൻഡ് ഓഫ് ഷെയ്ഡാണ് കേട്ടോ. നിങ്ങൾ ഡസ്കി, മീഡിയം, ഡീപ് സ്കിൻ ടോൺ ഉള്ളവർക്കൊക്കെ നല്ലതായിരിക്കും. ഒരു വാം ടോൺ ഉള്ള ഹിന്റ് ഓഫ് ഓറഞ്ച്, ഒരു ബേൺഡ് ഓറഞ്ച്, ഇച്ചിരി ഒരു എൻ്റെ ഈ ഡ്രസ്സും ഇതും കൂടി കണ്ടു. ഈ ഡ്രസ്സ് ഇച്ചിരി കൂടെ ബ്രൗൺ ആ, ഇത് ഇത്തിരി കൂടി ഒരു ലൈറ്റർ വേർഷൻ. അപ്പൊ ഇച്ചിരി ഒരു എന്താ പറയുക, ഒരു മെറൂൺ അല്ല, ഒരു ഓറഞ്ച് ഹിന്റ് ഉള്ള ഒരു കളറാണ് കേട്ടോ. ഞാൻ മിക്സ് ചെയ്തിട്ടിരിക്കണോണ്ട് ലിപ്സ്റ്റിക് കറക്റ്റ് ഇതുപോലെ തന്നെ അല്ലുള്ള. ഇതിന്റെ മേലെ ഞാൻ ഗ്ലോസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷെ ഇതിന്റെ ബോട്ടിലുള്ള കളറല്ല കേട്ടോ. ഇതിന്റെ കളർ ബോട്ടിൽ നല്ല ഓറഞ്ച് കളറാ, പക്ഷെ ഈ കളർ ഇത്തിരി കൂടെ ഒരു ബ്രൗൺ കളറാണ്. ഇനി ഇതിന്റെ പെർഫോമൻസിനെ പറ്റി പറയാം. ഇത് നമ്മുടെ ലിപ്സിൽ അത്യാവശ്യം കംഫർട്ടബിൾ ആണ്. കുറച്ച് കഴിയുമ്പോൾ 3 മണിക്കൂറൊക്കെ കഴിയുമ്പോഴേക്കും ലിപ്സ് ഇച്ചിരി ഒന്ന് ഡ്രൈയിങ് ആവണ പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിട്ട് പെട്ടെന്ന് ഇങ്ങനെ മാറ്റ് ഫിനിഷിലോട്ട് വരും കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടത്, നിങ്ങൾക്ക് ചുണ്ടിൽ ഇങ്ങനെ വരകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വരയുടെ ഇടയിൽ കയറിയിരിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യും. ഇങ്ങനെ പൊട്ടി വലിഞ്ഞിരിക്കില്ലേ, അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു റേറ്റ് വെച്ച് നോക്കുമ്പോൾ ഈ ഒരു ലിപ്സ്റ്റിക്ക് നല്ല ലിപ്സ്റ്റിക് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നേ. ഇത് അത്യാവശ്യം ലോങ് ലാസ്റ്റിംഗ് ആണ് കേട്ടോ. ഇത് നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ്. ഇതിനകത്ത് മിസല വാട്ടർ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ പോകുന്നത്. അതല്ലാതെ ഇത് അത്യാവശ്യം നല്ല ലോങ് ലാസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇത് സെറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലോങ് ലാസ്റ്റ് ചെയ്യും, അങ്ങനെ ട്രാൻസ്ഫർ ആവുന്നൊന്നുമില്ല കേട്ടോ. ഇനി നെക്സ്റ്റ് വൈറലായിട്ടുള്ള പ്രോഡക്റ്റ് ഈ ഒരു വിഷ്കെയറിന്റെ ഒരു ടിൻറ്റഡ് സൺസ്ക്രീൻ. ഇതും കുറേ പേര് എന്നോട് റിവ്യൂ ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഇതിന്റെയും ഈ ഡോട്ട് ആൻഡ് കീയുടെയും തമ്മിൽ ഒരു കമ്പാരിസൺ ഷോർട്സ് ഇട്ടിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ കണ്ടിട്ടില്ലാത്തവർ കണ്ടു നോക്കണേ. ഇതിന്റെ ഞാൻ എടുത്ത ഷെയ്ഡ് 203 എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ്. ഇത് നല്ല മാച്ചിങ് ആയിട്ടുള്ള ഷെയ്ഡാട്ടോ. എന്ന് വെച്ചാൽ ഒരു ന്യൂട്രൽ ടോണാണ് ഇതിന് വരണേ. ഈ അടപ്പിന്റെ കളർ പോലെ ഇങ്ങനത്തെ ഒരു ന്യൂട്രൽ കൈൻഡ് ഓഫ് ഒരു ടോണാണ് വരണത്. എനിക്ക് അത്യാവശ്യം നന്നായിട്ടാണ് ഇത് ഫീൽ ചെയ്തത്. ഇത് ടിൻറ്റഡ് സൺസ്ക്രീൻ ആയതുകൊണ്ട് ഇച്ചിരി ബ്ലെൻഡ് ആക്കാൻ പാടുണ്ടായിരുന്നു. പക്ഷേ ബ്ലെൻഡ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതൊരു മാറ്റ് ഫിനിഷ് എന്ന് വെച്ചാൽ ഇതിങ്ങനെ ഒരു ഗ്ലോയി ഇതല്ല, ഒരു മാറ്റ് ആയിട്ടാണ് സെറ്റ് ആവണേ. എന്ന് വെച്ചാൽ നമുക്കിങ്ങനെ തൊടുമ്പോൾ നമുക്ക് ഒരു ചെറിയൊരു പൗഡറി ഫീൽ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവും. അങ്ങനെ ഒരു ഓയിലി ഫീലോ അങ്ങനെ ഒന്നുമില്ല. നോർമൽ ടു കോമ്പിനേഷൻ സ്കിൻ ടൈപ്പ് ഉള്ളവർക്ക് ഇത് നല്ലതാ. നിങ്ങളുടെ ഒരു ഡ്രൈ സ്കിൻ ടൈപ്പ് ആണ്, നോർമൽ സ്കിൻ ടൈപ്പ് ആണെങ്കിൽ ഇതായിരിക്കും നിങ്ങൾക്ക് നല്ലതാണ്. ഇത് ഡ്രൈ സ്കിൻ ടൈപ്പ് ഉള്ളവർക്ക് അത്ര സൂട്ടബിൾ ആയിരിക്കില്ല, കാരണം ഭയങ്കര ഒരു ഡ്രൈനെസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. പക്ഷെ ഓയിലി കോമ്പിനേഷൻ സ്കിൻ ടൈപ്പ് ഉള്ളവർക്ക് ഇത് നല്ലതായിരിക്കും. ഒരു പൗഡർ, ഒരു മാറ്റ് ഫിനിഷ് പോലെയാണ് എനിക്കിത് സ്കിന്നിൽ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ റേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു 8 out of 10. ഇനി ലാസ്റ്റ് ഫൈനൽ ആയിട്ടുള്ളത് ഈ ഒരു മോയ്സ്ചറൈസർ ആണ് കേട്ടോ. ഇത് സിമ്പിളിന്റെ മോയ്സ്ചറൈസർ, സിമ്പിളിന്റെ ഹൈഡ്രേറ്റിംഗ് ജെൽ ക്രീം മോയ്സ്ചറൈസർ. ഇതും കുറേ പേര് റിവ്യൂ ചെയ്യാനായിട്ട് നമ്മുടെ കമന്റ് സെക്ഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. ഇത് ഫോർ ഡ്രൈ സ്കിൻ എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇതെന്താ ഒരു ഡ്രൈ സ്കിൻ എന്ന് എഴുതിയിരിക്കണേ? എനിക്ക് തോന്നിയത് ഓയിലി സ്കിന്നിന് തന്നെയാണ് കേട്ടോ.
എനിക്ക് എൻ്റെ സ്കിന്നിൽ തന്നെ ഇതെനിക്ക് അത്ര ഹൈഡ്രേറ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇത് ശരിക്കും ഉണ്ടല്ലോ, എനിക്കിത് പോൺസിൻ്റെ പോലെ എനിക്ക് ഫീൽ ചെയ്തത്. പോൺസിൻ്റെ ഈ ഒരു കളറുള്ള മോയ്സ്ചറൈസർ ഇല്ലേ, അതേപോലെയാണ് ഇത് സ്കിന്നിൽ ഇടുമ്പോൾ അതിനേക്കാട്ടിലും ബെറ്റർ ആയിട്ടാണ് എനിക്കിത് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. നിങ്ങൾ ഓയിലി കോമ്പിനേഷൻ സ്കിൻ ടൈപ്പ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് നല്ലതായിരിക്കും. എന്താ അങ്ങനെ ഇട്ടേക്കണത്, ഡ്രൈ സ്കിൻ ടൈപ്പ് ഉള്ളവർക്ക് ഇത് അത്രയായിട്ട് ഹൈഡ്രേറ്റിംഗ് ആയിരിക്കില്ല എന്നാണ് എനിക്ക് തോന്നണേ. നിങ്ങൾ ഇത് ആരെങ്കിലും ഉപയോഗിച്ചിട്ടുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് സെക്ഷനിൽ കമന്റ് ചെയ്തിട്ട്. ഞാൻ രാത്രിയിലൊക്കെ ഇടുമ്പോൾ നിങ്ങൾ AC ഇട്ട് ഉള്ള റൂമിലാണ് ഇത് ഇടുന്നത്, നിങ്ങൾക്ക് നന്നായിട്ട് ഡ്രൈയിങ് ആവും ഫേസ്. പക്ഷേ നമ്മുടെ ഇവിടുത്തെ ഹ്യൂമിഡിറ്റിയിൽ ഇങ്ങനെ വെളിയിലൊക്കെ പോകുമ്പോൾ നോർമലായിട്ട് ഇടാനായിട്ട് നല്ലൊരു മോയ്സ്ചറൈസർ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഓയിലി കോമ്പിനേഷൻ സ്കിൻ ടൈപ്പ് ഉള്ളവർക്ക് ഇത് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസറാണ്. ഞാൻ റേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു 8 or 9 out of 10 ഇതിന് റേറ്റ് ചെയ്യും. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ട്, നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇത് ഷെയർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് സെക്ഷനിൽ കമന്റ് ചെയ്യാം കേട്ടോ. ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്ത് 1 hour കമന്റ് സെക്ഷനിൽ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടിട്ട് കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും വൈറലായിട്ടുള്ള പ്രോഡക്റ്റ് ഉണ്ട്, ഞാൻ കാണാത്ത എന്തെങ്കിലും അങ്ങനത്തെ വൈറൽ പ്രോഡക്റ്റ് ഉണ്ട് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ, എനിക്ക് ചേരുന്ന പ്രോഡക്റ്റ് ആണെങ്കിൽ ഞാൻ മേടിച്ച് ട്രൈ ചെയ്യാം കേട്ടോ. ഓക്കെ, താഴെ കമന്റ് സെക്ഷനിൽ കമന്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.